ഓക്കെ, നമ്മളിപ്പോൾ ഇനി പറയുന്നത് IAR ഫിൽറ്ററിൻ്റെ തേർഡ് ഫോം ഓഫ് റിയലൈസേഷൻ ആണ്. അതായത് കാസ്കേഡഡ് ഫോമിലുള്ള റിയലൈസേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു IAR ഫിൽറ്റർ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെയാണ്, അല്ലെങ്കിൽ H(z) എന്നുള്ള ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കാസ്കേഡഡ് ഫോമിൽ റിയലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യാണ് ദ ഗിവൺ സിസ്റ്റം ഫംഗ്ഷൻ ഹാസ് is in the form of h(z) is equal to h1 of z into h2 of z into h3 of z into etc. into hk of z എന്നാണിത്. hk of z വരെയുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ കാസ്കേഡഡ് ഫോമിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽറ്ററിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? x of z will be going through h1 of z and the result will be y1 of z. That will be the input for the second one. So the transfer function is h2 of z and the output will be y2 of z. Again the y2 of z will be the input to h3 of z and the output will be y3 of z. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? h1 of z എന്ന് പറഞ്ഞാൽ എന്താണ്? y1 of z divided by x of z. h2 of z എന്ന് പറഞ്ഞാൽ എന്താണ്? y2 of z divided by y1 of z. അങ്ങനെയാണ് നമ്മുടെ ഫങ്ഷൻസ് വരുന്നത്. ഇനി ടോട്ടൽ h of z നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു ഡിഗ്രി 2 ഉള്ളതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. b0 പ്ലസ് b1 z ഇൻവേഴ്സ് plus b2 z raised to minus 2 into c0 plus c1 z raised to minus 1 plus c2 z raised to minus 2 whole divided by 1 plus a1 z raised to minus 1 into a2 z raised to minus 2 plus into 1 plus d1 z raised to minus 1 plus d2 z raised to minus 2. അപ്പം ഡിഗ്രി 3 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടേമും കൂടെ ഉണ്ടെങ്കിൽ h3 of z കൂടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് വന്നേനെയും ഇവിടെ ബിയും സിയും വന്ന പോലെ തന്നെ ചിലപ്പം e0 plus e1 z raised to minus 1 plus e2 z raised to minus 2 divided by 1 plus f1 d z raised to minus 1 plus f2 അങ്ങനെ വന്നേനെ. അപ്പോൾ ഇവിടെ നമുക്ക് h1 of z ഉം h2 of z ആണുള്ളത്. and thus h1 of z will be equal to this first part and h2 of z will be equal to the second part. That is b0 plus b1 z raised to minus 1 plus b2 z raised to minus 2 divided by ആ ഒരു ടേം നമ്മുടെ h1 of z ഉം ഇത് നമ്മുടെ h2 of z ഉം ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കുന്നു. ഇനി വരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ആണ്. സോ റിയലൈസ് ദ സിസ്റ്റം ഫംഗ്ഷൻ വിത്ത് ഡയറക്റ്റ് ഫോം ഇക്വേഷൻ y of n is equal to 3/4 y of n minus 1 minus 1/8 into y of n minus 2 plus x of n plus 1/3 into x of n minus 1 in cascaded form. നമ്മളിത് റിയലൈസ് ചെയ്യേണ്ടത് കാസ്കേഡഡ് ഫോമിലാണ്. ഫോർ ദാറ്റ് ഗിവൺ ദ ഇക്വേഷൻ നമ്മൾ അതെടുത്ത് എഴുതുന്നു. അതായത് നമ്മൾ അതിനെ എന്തിൻ്റെ ടേമിലേക്ക് ആക്കുന്നു? സെഡിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതുന്നു. സോ y of n minus 1 എന്നുള്ളതിന് സെഡിൻ്റെ ടേമിലേക്ക് ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? z raised to minus 1 into y of z. അതുപോലെ y of n minus 2 ആണെങ്കിൽ z raised to minus 2 into y of z. അങ്ങനെ തന്നെ മാറ്റി എഴുതുന്നു. Now we know that y of z divided by x of z. ഇതിൽ നിന്നും നമ്മൾ y of z divided by x of z എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ഇക്വേഷൻ എടുക്കുന്നു. അതായത് y of z-ൻ്റെ എല്ലാത്തിനെയും ഒന്നിച്ചാക്കി, അതുപോലെ എക്സ് ഓഫ് സെഡിൻ്റെ എല്ലാത്തിനെയും ഒന്നിച്ചാക്കിയിട്ട് അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഈ ടേം ഇങ്ങോട്ടാക്കി, അതുപോലെ ഇത് ഇങ്ങോട്ടേക്കാക്കി, അങ്ങനെ ആക്കിയിട്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, വൈയുടെ ടേം എല്ലാം താഴെ വരും, എക്സിൻ്റെ ടേം എല്ലാം മേലെ വരും. അതാണ് 1 plus 1/3 into z raised to minus 1 divided by 1 minus 3/4 into 1 minus 3/4 into z raised to minus 1 plus 1/8 into z raised to minus 2. ഇത് സൈൻ മാറുന്നത് ഇത് ഇപ്പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ താഴെയുള്ളതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. കാരണം ഇത് ഡിഗ്രി 2 ആണ് വരുന്നത്. സോ അതിന് 2 റൂട്ട്സ് ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ 2 റൂട്ട്സ് കണ്ടുപിടിക്കണം. അപ്പം റൂട്ട്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഒരു പോളിനോമിയൽ, ഒരു എന്താ പറയുക, ഡിഗ്രി സ്ക്വയർ ഡിഗ്രി ഉള്ള ഒരു ഇക്വേഷനാണ്. അതിന് 2 റൂട്ട്സ് ആണ് ഉണ്ടാവുക. ആ റൂട്ട്സ് ആണ് ഇവിടെ നമ്മൾ എന്ത് എഴുതിയേക്കുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. അതായത് എസ് സിയും എടുത്ത പോലെ തന്നെ നമ്മൾ 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുകയാണ്. ദാറ്റ് ഈസ് 1 minus 1/2 into z raised to minus 1 into 1 minus 1/4 into z raised to minus 1. ഇവിടെ മേലിൽ അതേപോലെ തന്നെ എഴുതി. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല. 1 plus 1/3 into z raised to minus 1 എന്നാണുള്ളത്. ഇനി ഈ ഇക്വേഷനിൽ നിന്നും നമുക്കറിയാം h of z എന്ന് വെച്ചാൽ h1 of z into h2 of z ആണ്. സിൻസ് ഡിഗ്രി is to only 2 ട്രാൻസ്ഫർ ഫങ്ഷൻസ്. സോ ഇതിൽ നിന്നും നമ്മൾ എഴുതാണ് h1 of z എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടേമും h2 of z എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ടേമാണ്. സോ ഇവിടെ എന്ത് വരും? ഇൻറ്റു 1 ആണ്. ദാറ്റ് ഈസ് വൈ എന്താ പറയുക, എഴുതിയാൽ പ്രശ്നമാകും, ഡൗട്ടാകും, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇവിടെ 1 ആണ് വരുന്നത്.
let h1 of z is equal to 1 plus 1 by 3 into z raised to minus 1 divided by 1 minus 1 by 2 into z raised to minus 1 എന്ന് വരുന്നത് h1 of z ആണ്. അതേപോലെ h2 of z എന്ത് വരും 1 by 1 minus 1 by 4 into z raised to minus 1 വരും. ഇനി ഈ h1 of z-നെയും h2 of z-നെയും നമ്മൾ സെപ്പറേറ്റ്ലി നമ്മൾ തന്നെ സൊല്യൂഷൻ ചെയ്യാണ്. For that h1 of z will be represented as y1 of z divided by x of z. അത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഇനി ഈ y1 of z divided by x of z എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം y1 of z divided by w1 of z into w1 of z divided by x of z. And this will be equal to 1 plus 1 by 3 into z raised to minus 1 divided by 1 minus 1 by 2 into z raised to minus 2. ഓൾസോ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം ഈ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ 1 അതുപോലെ 1 ഡിവൈഡ് ബൈ ന്യൂമറേറ്റർ. അതാണ് നമ്മൾ രണ്ട് ടേംസ് വരുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. സോ y1 of z ഡിവൈഡ് ബൈ w1 of z എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 by 3 into z raised to minus 1 ആണ്. ഇതിൽ നിന്ന് നമ്മൾ y1 of z-ൻ്റെ ടേമിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പുറത്തേക്ക് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുന്നു. അതാണ് ഈ ടേം w1 of z plus 1 by 3 into z raised to minus 1 into w1 of z എന്ന് വരും. ഇനി അതിനെ നമ്മൾ എന്തിൻ്റെ ടേമിൽ എഴുതാണ്, ഇതാ w1 of n, അതായത് n-ൻ്റെ ടേമിലേക്ക് മാറ്റുന്നു. ഫോർ ദാറ്റ് w1 of n will be equal to y1 of n minus 1 by 3 into w1 of n minus 1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എനിക്കിവിടെ മിസ്സായിപ്പോയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എഴുതിയതാണ്. ഇനി അതേപോലെ അപ്പുറത്തത് വരുന്നത് എന്താണ് w1 of z ഡിവൈഡ് ബൈ എക്സ് ഓഫ് z. എന്താണ് w1 of z ഡിവൈഡ് ബൈ എക്സ് ഓഫ് z എന്ന് വെച്ചാൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1 by 2 into z raised to minus 1. ഇതേപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. w1 of n-ൻ്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് കിട്ടിയത്, വീണ്ടും എക്സ് ഓഫ് n, അതായത് എക്സിൻ്റെ ടേമിൽ എക്സ് ഓഫ് n പ്ലസ് 1 by 2 into w1 of n മൈനസ് 1 കിട്ടി. അപ്പോൾ നമുക്ക് w1 of n-ന് രണ്ട് ഇക്വേഷൻ എക്സിൻ്റെ ടേമിലും y1 of n-ൻ്റെ ടേമിലും നമുക്ക് കിട്ടി ഇക്വേഷൻ നമ്പർ 1 and 2. ഇനി ഇതേപോലെ h2 of z-ന് എന്താ വരിക, h2 of z വരുമ്പോൾ എന്താ വരിക, y2 of z ഡിവൈഡ് ബൈ w2 of z into w2 of z ഡിവൈഡഡ് ബൈ എന്ത് വരും എക്സ് ഓഫ്, സോറി എനിക്ക് മാറിപ്പോയി, y2 of z ഡിവൈഡ് ബൈ y1 of z എന്നാണ് വരുന്നത്. w2 of z ഡിവൈഡ് ബൈ y1 of z. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ആദ്യത്തതിൻ്റെ ഔട്ട്പുട്ടാണ് രണ്ടാമത്തതിൻ്റെ ഇൻപുട്ടായിട്ട് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എക്സിന് പകരം y തന്നെ വന്നത്. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് എന്തിൻ്റെ ടേമിലായിരിക്കും കിട്ടുക, ഒന്ന് y2ൻ്റെ ടേമിലും ഒന്ന് y1ൻ്റെ ടേമിലും. സോ ഫോർ ദ ഫസ്റ്റ് ഇക്വേഷൻ വി ഹാവ് ദ ന്യൂമറേറ്റർ as 1, that is y2 of z divided by h2 w2 of z is equal to 1. So w2 of z or w2 of n is equal to y2 of n. Cross multiply ചെയ്താൽ രണ്ടും ഈക്വൽ ആണ് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3, അതായത് y2ൻ്റെ ടേമിലുള്ള ഇക്വേഷൻ. ഇനി വരുന്നത് നമ്മൾ y1ൻ്റെ ടേമിലുള്ളത് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് w2 of z divided by y1 of z is equal to 1 divided by 1 minus 1 by 4 into z raised to minus 1. w2 of z is minus 1 by 4 into z raised to minus 1 into w2 of z is equal to y1 of z, and hence w2 of n is equal to y1 of n plus 1 by 4 into w2 of n minus 1. That is equation number 4. We have found two equations for w2 of n. One is in the term of y2 of n and one is in the term of y1 of n. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡയഗ്രാം വരച്ചേക്കുന്നത്. ഫോർ ദാറ്റ് യു ക്യാൻ സീ ഹിയർ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് y1 of n minus 1 by 3 into w of n minus 1. y1 of n എന്നുള്ളത് എവിടെയാണ് നമുക്ക്, ഓക്കെ ഇനി ഇവിടെ ഇത് y of n ആണ്. സോ y of n ഉണ്ട്, അതിൽ നിന്നും നമ്മൾ z raised to minus 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് y1 of n minus 1 കിട്ടി. അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, w സോറി നമുക്ക് ഇത് ഫൈനൽ ആൻസർ ആണ്. y of n ആണ്. w2 of z-നെയാണ് അല്ലെങ്കിൽ w of n-നെയാണ് നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, -1 by 3. സോ w2 of z എന്നുള്ളതിനെ അല്ലെങ്കിൽ w2 of n എന്നുള്ളതിനെ z raised to -1 കൊടുത്തപ്പോൾ നമുക്ക് w2 of n minus 1 കിട്ടി. അതിനെ 1 by 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മളത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഈ ആഡറിലേക്ക് കൊടുക്കുന്നു.
അതേപോലെ ബാക്കിയുള്ളത് അവിടെ എന്താണ് y1 ഓഫ് ഈ വരുന്നതാണ് y1 ഓഫ് n എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് y1 ഓഫ് n എന്ന് പറയുന്നത്. അപ്പോൾ y1 ഓഫ് n ഇവിടെ നമുക്ക് മൈനസ് സോറി എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി. നമ്മൾ H1 ഓഫ് Z ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് രണ്ടെണ്ണം വരുമ്പോൾ അല്ലെങ്കിൽ H1 ഓഫ് n എന്ന് പറയുന്ന ഈ ഭാഗത്താണ് വരുന്നത്. ഇത് H2-ൻ്റെ ആണ്. അതവിടെ വിട്. അല്ലെങ്കിൽ ഇതാ നോക്ക് W2 ഓഫ് n മൈനസ് 1 1/4 അതാണ് ഇവിടെ വന്നേക്കുന്നത്. പ്ലസ് y1 ഓഫ് n അത് W2 ഓഫ് n ആണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ പിന്നെ വരുന്ന എന്താണ് W2 ഓഫ് n ഇസ് ഈക്വൽ ടു y2 ഓഫ് n. അതുകൊണ്ട് അത് ഡയറക്റ്റ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, ഈക്വൽ ആയത് കാരണം. ഇനി ഇവിടെ വരുന്നതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ ഇക്വേഷൻ W1 ഓഫ് n. W1 ഓഫ് എൻ്റെ ഇക്വേഷനാണ് ഇവിടെ. സോ W1 ഓഫ് n ഇസ് ഈക്വൽ ടു എന്താണ് W1 ഓഫ് n എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ്റെ ടേമിലുള്ള ഇക്വേഷൻ ഇവിടെ എക്സ് ഓഫ് n പ്ലസ് 1/2 ഇൻറ്റു W ഓഫ് n മൈനസ് 1 എക്സ് ഓഫ് n പ്ലസ് 1/2 ഇൻറ്റു W ഓഫ് n മൈനസ് 1 W1 ഓഫ് n മൈനസ് 1. ഇനി ഇവിടെ അടുത്ത ഇക്വേഷൻ വരുന്ന y ഓഫ് n അതാണ് y ഓഫ് n ഇവിടെ വന്നു മൈനസ് മൈനസ് 1/3 ഇൻറ്റു എന്താണ് വരുന്നത് മൈനസ് 1/3 ഇൻറ്റു ഇവിടെ W1 ഓഫ് n മൈനസ് 1 ഇതാണ് W1 ഓഫ് n മൈനസ് 1ൻ്റെ തന്നെ 1 മൈനസ് 1/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസറാണ് നമുക്കിവിടെ y ഓഫ് n വരുന്നത് അല്ലേ, W1 ഓഫ് n വരുന്നത്. ഇതാണ് W1 ഓഫ് n. അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അതെന്തായി മാറി, ഇവിടെ അത് y1 ഓഫ് n ആയിട്ട് മാറി അല്ലേ, ഇവിടെ y1 ഓഫ് n ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് നമുക്ക് ബാക്ക്വേർഡ് ഫ്ലോ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ അപ്പുറത്ത് ആ ഒരു പാർട്ടും നെക്സ്റ്റ് പാർട്ടും അതേപോലെ തന്നെ നമ്മൾ അടുത്ത രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് ഈ ഭാഗവും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കാസ്കേഡഡ് ഫോമിലുള്ള റിയലൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് h ഓഫ് z is equal to 1 plus 2 into z raised to minus 1 plus z raised to minus 2 divided by 1 minus 3/4 into z raised to minus 1 plus 1/8 into z raised to minus 2. ഡിഗ്രി 2 ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതേപോലെ തന്നെ H1 ഓഫ് സെഡും H2 ഓഫ് സെഡും മാത്രമാണ് വരിക. എന്താന്ന് അത് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ആൻസർ തരിക. ഓക്കെ, സോ ഹോംവർക്ക് ഞാൻ പ്രത്യേകിച്ച് ഗ്രൂപ്പിൽ ഇടുന്നില്ല, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ലിങ്ക് അയക്കാം. ഓക്കെ, വേഗം തന്നെ ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സൂരജ് പ്രഷീദ് പ്രത്യേകിച്ച് ബാക്കിയുള്ളവരും അത് കണ്ടിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാം.